വിനു, കൈയെടുക്ക്. ഭാമ ദേഷ്യത്തോടെ അവൻ്റെ കൈ മാറ്റുവാൻ നോക്കി. പക്ഷേ അതോടെ വിനുവിൻ്റെ കൈകളുടെ മുറുക്കം കൂടി. എന്തിനാ ഏട്ടത്തി എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? ഒന്നുമില്ലേലും കുറേ നാൾ നമ്മൾ പ്രേമിച്ചു നടന്നവരല്ലേ? ഏട്ടൻ്റെ ഭാര്യ ഭാമയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവൾക്കടുത്തേക്ക് വന്ന വിനു പറഞ്ഞു. വിനു, ഞാനിപ്പോൾ നിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് എന്നെ നീ മറ്റൊരു കണ്ണിലൂടെ കാണരുത്. അത് മഹാപാപമാണ്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഭാമ പറഞ്ഞു. എൻ്റെ ഏട്ടൻ നിനക്ക് തരാത്ത സുഖം ഞാൻ തരാം. ഇപ്പോഴും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീയൊന്ന് മനസ്സ് വെച്ചാൽ ആരും അറിയാതെ നമുക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. മീശത്തുമ്പൊന്ന് പിരിച്ചുകൊണ്ട് അവൻ അവളെ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒഴിഞ്ഞു. വിനു, ഇപ്പോൾ പുറത്തു പോ, എനിക്ക് ഡ്രസ്സ് മാറണം. കുളിച്ച് ഈറനോടെ കച്ചകെട്ടി നിൽക്കുകയാണവൾ. ആ സമയത്താണ് അപ്രതീക്ഷിതമായി വിനു വാതിൽ തുറന്ന് മുറിയിലേക്ക് ഇടിച്ചു കയറി വന്നത്. മാറിയിടാനുള്ള തുണി ഹാങ്കറിൽ നിന്ന് വെള്ളത്തിൽ വീണുപോയത് കൊണ്ടാണ് ഭാമയ്ക്ക് ഈ വേഷത്തോടെ മുറിയിലേക്ക് വരേണ്ടി വന്നത്. വാതിൽ പകുതി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവളത് കുറ്റിയിടാൻ പോകുമ്പോഴാണ് വിനു വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത്. എൻ്റെ മുന്നിൽ നിന്ന് മാറിക്കോ, ഞാൻ നിന്നെ നന്നായി ഒന്ന് കാണട്ടെ. അവൻ്റെ കണ്ണുകൾ അവളുടെ ഉടലിലൂടെ ഇഴഞ്ഞു. എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് വിനു. ഭാമയ്ക്ക് പേടിയായി തുടങ്ങി. എൻ്റെ ഏട്ടൻ നിന്നെ ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ലെന്ന് എനിക്കറിയാം. നിനക്കും ഉണ്ടാവില്ലേ പല ആഗ്രഹങ്ങളും? അതൊക്കെ ഞാൻ സാധിപ്പിച്ചു തരാം. നീ ഒന്ന് മൂളുക മാത്രം ചെയ്താൽ മതി. വിനു ഭാമയുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. അതുകണ്ട് പിന്നോട്ട് നടന്നവൾ ചുമരിൽ തട്ടി നിന്നു. വിനു, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കും. അതിന് അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ കുടുംബശ്രീക്ക് പോയത് കണ്ടപ്പോഴല്ലേ ഞാൻ നിൻ്റെ റൂമിലേക്ക് വന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു മണിക്കൂർ സമയമുണ്ട്. ഇവിടെ നമ്മൾ എന്ത് കാണിച്ചാലും ആരും അറിയാൻ പോണില്ല. ഭാമയുടെ ചുമലുകളിൽ കൈവച്ചുകൊണ്ട് പ്രത്യേക ഭാവത്തിൽ അവളെ നോക്കി. വിനു, കൈയെടുക്ക്. ഭാമ ദേഷ്യത്തോടെ അവൻ്റെ കൈയെടുക്കുവാൻ നോക്കി. പക്ഷേ അതോടെ വിനുവിൻ്റെ കൈകളുടെ മുറുക്കം കൂടി. ഇന്ന് നിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഈ മുറിയിൽ നിന്നും പുറത്തു പോകൂ. നിന്നെ എങ്ങനെ എൻ്റെ വരുതിക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. അവൻ കുനിഞ്ഞുകൊണ്ട് അവളുടെ കരിക്കിൻ കുടങ്ങളിൽ നോക്കി നിന്നു. ഭാമ സർവശക്തിയും സംഭരിച്ചു വിനുവിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൻ അതിൽ സ്പർശിക്കാൻ തുടങ്ങുമ്പോഴാണ് അമ്മയുടെ ഉറക്കെയുള്ള ശബ്ദം അവർ ഇരുവരും കേട്ടത്. ഒരു നിമിഷം ഞെട്ടിപ്പിടിഞ്ഞ വിനു അവളെ വിട്ട് തിരിഞ്ഞു നോക്കി. അവിടെ വാതിൽക്കൽ അമ്മയെ കാണാതിരുന്നപ്പോഴാണ് അവന് സമാധാനമായത്. ഭാമയ്ക്കും ശ്വാസം അപ്പോഴാണ് നേരെ വീണത്. അപ്പോൾ തന്നെ താഴെ നിന്നും വീണ്ടും അടുത്ത വിളി വന്നു. അടുത്തൊരു വിളിക്ക് അവസരം കൊടുക്കും മുന്നേ അവളെ കണ്ണുകൾ കൊണ്ടൊന്ന് ഒഴിഞ്ഞിട്ട് നിരാശയോടെ അവൻ മുറിക്ക് പുറത്തേക്ക് പോയി. കുടുംബശ്രീയുടെ എന്തോ രജിസ്റ്റർ എടുക്കാൻ മറന്ന് തിരിച്ചു വന്നതാണ് ഭാമയുടെ അമ്മായിയമ്മ സരസ്വതി. അത് അലമാരയുടെ മുകളിൽ നിന്ന് എടുത്തു കൊടുക്കാനാണ് അവർ വിനുവിനെ വിളിച്ചത്. മാനം തിരിച്ചു കിട്ടിയ സമാധാനത്തിൽ ഭാമ ഓടിച്ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. കുറച്ചേറെ സമയം വാതിലിൽ ചാരി നിന്ന് അവൾ തൻ്റെ വിധി ഓർത്ത് പൊട്ടിക്കരഞ്ഞു. വെണ്ണക്കൽ ശില്പം പോലെ സുന്ദരിയാണ് ഭാമ. ഒരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് അവളെ കണ്ടിഷ്ടപ്പെട്ട സരസ്വതി തൻ്റെ മൂത്ത മകൻ മനുശങ്കറിനു വേണ്ടി അവളെ പെണ്ണ് ചോദിച്ചു വീട്ടിൽ വന്നു. രണ്ടാനമ്മയുടെ കാരുണ്യത്തിലാണ് ഭാമ സ്വന്തം വീട്ടിൽ ജീവിച്ചിരുന്നത്. സ്ത്രീധനമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒരാലോചന അവൾക്ക് വന്നപ്പോൾ രണ്ടാനമ്മ ആ കല്യാണം നടത്താൻ ഭാമയുടെ അച്ഛനെ നിർബന്ധിച്ചു. അങ്ങനെ നടന്നതാണ് മനുവിൻ്റെയും ഭാമയുടെയും വിവാഹം. താൻ കോളേജിൽ പഠിക്കുമ്പോൾ സ്നേഹിച്ചിരുന്ന വിനുവിൻ്റെ ചേട്ടനാണ് മനു എന്നറിഞ്ഞു ഭാമ അവളാൽ കഴിയും വിധം വിവാഹത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ആരും അവളുടെ വാക്ക് കേട്ടില്ല. സ്നേഹിക്കുന്ന സമയത്ത് വിനു അവളോട് ശാരീരികമായി അടുത്തിടപഴകാനും മറ്റു പലതിനും നിർബന്ധിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അവൾ അവനെ ഒഴിവാക്കിയത്. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചത് ഒരു വഷളനെ ആയിപ്പോയല്ലോ എന്നോർത്ത് ഭാമ കല്യാണത്തിന് മുൻപ് എപ്പോഴും സങ്കടപ്പെടുമായിരുന്നു. അപ്പോഴാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെ മുൻ കാമുകൻ്റെ ചേട്ടൻ്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വന്നത്. മനുവിന് ഒട്ടും ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമാണിത്. പണ്ട് അവൻ്റെ കാമുകി ചതിച്ചതറിഞ്ഞ നിമിഷം മുതൽ പെണ്ണുങ്ങളെ അവന് വെറുപ്പാണ്. അപ്പോഴാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി സരസ്വതി ഈ കല്യാണം നടത്തിയത്. കല്യാണം കഴിഞ്ഞു ആഴ്ച 1 ആയിട്ടുള്ളൂ. ആദ്യ രാത്രി തന്നെ വിനുവിൻ്റെ കാര്യം മനുവിനോട് പറയാൻ അവൾ ശ്രമിച്ചെങ്കിലും അവളെ ഒന്ന് കേൾക്കാൻ പോലും മനു നിന്നില്ല. സരസ്വതി കുടുംബശ്രീക്ക് പോയിട്ട് വരുന്നതുവരെ ഭാമ താഴേക്ക് പോയില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ വിനുവിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറിയാണ് ഭാമ നടന്നത്. അവളിലെ മാറ്റങ്ങൾ സരസ്വതി ശ്രദ്ധിച്ചില്ലെങ്കിലും മനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
ഇഷ്ടമില്ലാതെയാണ് അവൻ അവളെ കല്യാണം കഴിച്ചത്. എങ്കിലും ഭാമ ഒരു പാവം പെൺകുട്ടിയാണെന്ന് അവളുടെ പെരുമാറ്റത്തിൽ നിന്നും തോന്നിയതുകൊണ്ട് മനു അവളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതവൻ പുറമേ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിൽ ഭാമ വിനുവിനെ ഭയക്കുന്നുണ്ടെന്ന് മനു കണ്ടുപിടിച്ചു. അതിൻ്റെ കാരണം നേരിട്ട് ചോദിച്ചറിയാൻ ശ്രമിക്കാതെ അവൻ വീട്ടിൽ ആരുമറിയാതെ CCTV വെച്ചു. സംസാരം റെക്കോർഡാവുന്ന ക്യാമറയാണ് വെച്ചത്. ഇതറിയാതെ വിനു ഭാമയുടെ പിന്നാലെ നടന്ന് അവളെ വളയ്ക്കാനും വേണ്ടി വന്നാൽ ബലപ്രയോഗം നടത്താനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം 2-ാം നിലയിലെ പാസേജിൽ വെച്ച് വിനു ഭാമയെ കടന്നുപിടിച്ചു. "ഈ വീട്ടിൽ കഴിയുമ്പോൾ എന്നിൽ നിന്നും നിനക്ക് എത്ര നാൾ ഇങ്ങനെ രക്ഷപ്പെട്ടു ജീവിക്കാൻ കഴിയും ഭാമേ? ഇനിയും നീ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ നീ എൻ്റെ കാമുകിയായിരുന്നു എന്നും ഇപ്പോഴും നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നും ഞാൻ മനുവേട്ടനോട് പറയും. അതോടെ നിന്റെ ജീവിതം തീർന്നു മോളെ" വിനു അവളെ ഭീഷണിപ്പെടുത്തി. "നീ ഇങ്ങനെ ഒരു ചെറ്റ ആയതുകൊണ്ടാണ് പണ്ടേ നിന്നെ ഞാൻ ഒഴിവാക്കിയത്" ഭാമ പറഞ്ഞു. "നിന്റെ വിരൽത്തുമ്പിൽ പോലും നീ തൊടാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് എനിക്കും വാശി. നിന്നെ എനിക്ക് മൊത്തത്തിൽ അനുഭവിക്കണം ഭാമേ. എൻ്റെ ഏട്ടൻ എന്തായാലും നിന്നെ ഈ ജന്മം സ്നേഹിക്കില്ല. അപ്പോൾ നിനക്ക് വേണ്ട ശാരീരിക സുഖം ആര് തരാനാണ്? നീയും ഒരു പെണ്ണല്ലേ, നിനക്കും കാണില്ലേ ആഗ്രഹങ്ങൾ? അങ്ങനെ ഒരു ആഗ്രഹവും എനിക്കില്ല വിനു. പിന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ. ഈ ജന്മം മുഴുവൻ അദ്ദേഹം എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ വിശുദ്ധി മാത്രമേ അദ്ദേഹത്തിന് നൽകാൻ എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ സമ്മതമില്ലാതെ എന്നെ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഈ ഭാമ ജീവിച്ചിരിക്കില്ല. കാരണം ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടത് അവളുടെ അഭിമാനമാണ്. ഇനി നിനക്ക് നിൻ്റെ ചേട്ടനോട് എല്ലാം പറയണമെന്നാണെങ്കിൽ പോയി പറഞ്ഞോ. എനിക്കിത്രയേ ദാമ്പത്യ ജീവിതം വിധിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ സമാധാനിച്ചോളാം." അത്രയും പറഞ്ഞ് അവൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി. ഈ നടന്നതെല്ലാം CCTV വഴി കണ്ടും കേട്ടും അറിഞ്ഞ മനുവിന് ഭാമയോടുള്ള സ്നേഹം കൂടി. അഭിമാനമുള്ളവളാണ് അവളെന്ന് അവന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ തൻ്റെ അനിയൻ ചെയ്ത തെറ്റിനെ ഈ നടന്നതെല്ലാം CCTV വഴി കണ്ടും കേട്ടും അറിഞ്ഞ മനുവിന് ഭാമയോടുള്ള സ്നേഹം കൂടി. അഭിമാനമുള്ളവളാണ് അവളെന്ന് അവന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ തൻ്റെ അനിയൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നൽകണമെന്ന് മനു മനസ്സിലുറപ്പിച്ചു. അന്ന് രാത്രി സരസ്വതിയും ഭാമയും ഉറങ്ങിയതിനു ശേഷം മനു വിനുവിനെ നന്നായി പെരുമാറി. ഇനി അവൻ ഭാമയെ ശല്യം ചെയ്താൽ കൈയും കാലും തല്ലിയൊടിക്കുമെന്ന് മനു അവനെ ഭീഷണിപ്പെടുത്തി. മനു പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിയാവുന്ന വിനു പിന്നീട് അവളെ ശല്യം ചെയ്യാൻ പോയില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവൻ ബാംഗ്ലൂരിൽ ജോലി കണ്ടുപിടിച്ചു അങ്ങോട്ട് പോവുകയും ചെയ്തു. ഭാമ ഇതൊന്നും അറിഞ്ഞതുമില്ല. വിനുവിൻ്റെ ശല്യം ഒഴിവായതിൽ അവൾ ആശ്വസിച്ചു. ഒരു ദിവസം മനു നല്ലപോലെ ഇരിക്കുന്ന സമയം നോക്കി അവൾ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം തനിക്കറിയാമെന്നും ഇനി വിനുവിൻ്റെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ലെന്നും പറഞ്ഞു മനു അവളെ ആശ്വസിപ്പിച്ചു, ചേർത്ത് പിടിച്ചു. താൻ ആഗ്രഹിച്ച ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും പ്രതീക്ഷിക്കാതെ കിട്ടിയതിൽ ഭാമ സന്തോഷിച്ചു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.